ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുറച്ചാൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. നമ്മുടെ ഇത് ആൾത്താമസമില്ലാതൊരു പുതിയ വീടാണ്. പണി തീരാതെ അതിൻ്റെ മുറ്റത്ത് കണ്ടോ കാട്. ഇതൊക്കെ പറിച്ചിട്ട് ആദ്യം കിളിർത്ത് തുടങ്ങി. ഇതെല്ലാം പറിച്ച് ഇട്ടത്. ഇതൊക്കെ ഉണ്ട്. ഇതെല്ലാം വേരിറങ്ങിയിട്ട് ആദ്യം കിളിർക്കുന്ന ചെടികളാണ്. പുല്ല് കണ്ട ഇതെല്ലാം നമ്മൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം പൊരിച്ചിട്ട് നമ്മളിപ്പോൾ മാറ്റിയിട്ടാൽ വീണ്ടും അതേ എല്ലാം മുറ്റത്ത് പൊരിച്ച് വെച്ചപ്പോൾ എല്ലാം നമ്മുടെ മുറ്റാണ് കേട്ടോ. കാട് അതെല്ലാം പൊരിച്ചിപ്പം വളമാക്കുന്നത് കാണിച്ചു തരാം. മഴക്കാലത്ത് വളമുണ്ടാക്കാൻ ഇതുപോലെ തന്നെ ഒരു ഡ്രമ്മെടുക്കുക. ഓട്ടയുണ്ടിന് കണ്ട. ഇതിപ്പം മെയ്യില്ല. ഇത് ഏത് മാസമാണ്? നമ്മൾ 2 മാസമായി അല്ലേ? ഇതൊരു 2.5 മാസമായി എന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ കുറേ വേസ്റ്റും കഞ്ഞി വെള്ളവും പലതും ഇട്ടതാണ്. ഈ പാത്രത്തിന് ഒഴിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇതിങ്ങനെ മാറ്റാൻ നോക്കുന്നത്. 3/4 ഭാഗം വളമായിട്ടുണ്ട്. ഇത് ഇപ്പം മാറ്റിയിട്ട് വളം ആയത് കാണിച്ചു തരാം. ഇത് ഒരാഴ്ച മുമ്പ് വരെ ഇതിൻ്റെ മേലെ അടുക്കള വേസ്റ്റും കഞ്ഞി വെള്ളമെല്ലാം കൊണ്ടുവച്ചിരുന്നു. ഇപ്പം ഏപ്രിൽ 1 തോന്നില്ല ഇടാൻ തുടങ്ങി. വെള്ളം ഒഴിക്കാൻ വേണ്ടി കൊണ്ടുവച്ചതായിരുന്നു. ഈ പാത്രം നോക്കുമ്പോൾ ഓട്ടയായിപ്പോയി. അന്നേരം വിചാരിച്ചു ഇതിലിങ്ങനെ വാരി വെക്കാം. ഇതിപ്പം ആ മുറ്റത്ത് കണ്ട കാടൊക്കെ പറിച്ചിടണം. മേൽഭാഗം ഇങ്ങനെയുള്ള അടിഭാഗം വളമായിട്ടുണ്ടാകുന്നാണ് വിചാരിക്കുന്നത്. ചെരിഞ്ഞിട്ട് കാണിച്ചു തരാം. നമ്മുടെ വളം എങ്ങനെയല്ലോ ഇഷ്ടപ്പെട്ട് ഇവർ ചെരിഞ്ഞു. പക്ഷെ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല. ഇനി ഇത് മഴ നനയാണ്ട് പൊത്തി വെക്കണം. ഇതിന് നല്ല രീതിയിൽ മഴ നനയാത്ത തരത്തിൽ പൊത്തി കൊടുക്കണം. ഒരു വക നന്നായിട്ട് പൊത്തി എന്നും പൊത്തി കൊടുക്കണം. തീരെ വെള്ളം ആ വളത്തിലേക്ക് ഇറങ്ങറ്. നമ്മുടെ കോരിയിട്ട വളത്തിൻ്റെ പണി പൂർത്തിയായി. പിന്നെ നമ്മുടെ ആ ഡ്രമ്മിൽ ഈ വേസ്റ്റെല്ലാം ആദ്യം വാരിയിട്ട് മഴ നനയാതെ എടുത്ത് വെക്കണം. ഇനി മഴ തീരെ നനയാറ്. വേനൽക്കാലമാണെങ്കിൽ ഒരു മഴയെല്ലാം നനയാ. അന്നേരം ഞങ്ങൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം, നനച്ച് കൊടുക്കണം. മഴക്കാലത്ത് വെള്ളം നനയാറ് ഉണ്ടാവില്ല. പറിച്ചിടുന്ന സമയത്ത് ആ നനവ് മാത്രം മതി. പിന്നെ പെട്ടെന്ന് വളാതെ നല്ല ഫലഭൂയിഷ്ടമായ മണ്ണിലുണ്ടാകും മണ്ണര. അങ്ങനത്തെ മണ്ണ് കുറച്ച് കാടിൽ കോരിക്കൊണ്ടിട്ടാൽ മതി. വീണ്ടും ഇതിൽ കാടും പുല്ലെല്ലാം നിറച്ചു. മണ്ണോടെ പൊരിച്ചിടുന്നതാണ് നല്ലത്. ചെറിയ മണ്ണുണ്ടായാൽ വളാകെ സഹായിക്കും. ഡ്രമ്മ് ഇപ്പം നിറഞ്ഞു. വീഡിയോ ഇവിടെ നിർത്തലാണ്. കുറച്ചൊക്കെ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു.